സൂപ്പർ പടം, ഇഷ്ടപ്പെട്ടു എല്ലാവരും. മോഹൻലാലും ദിലീപും കൂടെ ഒരു കോമ്പറ്റീഷൻ വന്നപ്പോൾ നല്ല സ്റ്റൈലുണ്ട്, ഉഗ്രം പടി. ഓ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, കിടിലം പടം. ഹൈപ്പിനുള്ളതുണ്ട്, അഴിഞ്ഞാട്ടം തന്നെ. ആ പാട്ട് കേട്ടപ്പോൾ എല്ലാവരും വിചാരിച്ച് മൊത്തത്തിൽ ഫ്ലോപ്പായി പോകുന്നു, പക്ഷെ നല്ല രീതിക്ക് വർക്കൗട്ട് ആയി. ആ പാട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് ശരിക്കും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, DOP, ഡയറക്ഷൻ എല്ലാം കിട്ടില്ലേ. സെക്കൻഡ് ലാഗ് അടിക്കാനല്ല. ക്യാമറ വർക്ക്സ് പറയണ ഇൻട്രോയിൽ ഒരു സീൻ ഉണ്ട്, അതന്നെ പറയുമ്പോ ക്യാമറ വർക്ക്സിന്റെ അങ്ങേ അറ്റമാണ്. മീമോടാണ് ഫണ്ണായിട്ടിരിക്കാൻ പറ്റിയ വെറുതെ നല്ല പടം. പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളിയാണ്. ലാലേട്ടനും ദിലീപേട്ടനും കൂടിയുള്ള കോമ്പോ ഒരു രക്ഷയില്ലാത്ത കോമ്പോണ്. വേറെ ലെവല് കോമ്പോ എന്ന് പറഞ്ഞാൽ വേറെ ലെവല് കോമ്പോ. അവരുടെ ആക്ഷൻ സീൻസ് ആയിക്കോട്ടെ, എല്ലാ സീൻസും അത് മാസ് എൻട്രിയും എല്ലാം കൊണ്ടും ഒരു വൈബ് എന്ന് പറയാൻ പറ്റൂലേ. അത് കണ്ടറിഞ്ഞ് അനുഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടറിഞ്ഞ് അനുഭവിക്കേണ്ട സംഭവം തന്നെയാണ്. രണ്ടുപേരും കൂടിയും മാസാക്കിയേക്കെന്ന് പറഞ്ഞാൽ വേറെ ലെവല് മാസാക്കിയേക്കാണ്. പൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവല് പൊളി, വൻ പൊളി എന്നൊക്കെ പറയില്ലേ, വൻ പൊളിച്ചേക്കാണ്. എല്ലാവരും തിയേറ്ററിലൊന്ന് കാണാം. പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി. മോഹൻലാലിന്റെ നല്ലൊരു എൻട്രി ഉണ്ട് അതില്. അതേപോലെ കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു നല്ലൊരു ക്രിസ്മസ് സമ്മാനമാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഒരു ദമ്പതിമാരാണ്. എൻ്റെ കഥ ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ, എൻ്റെ തിരക്കഥയൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ദിലീപിനോടുള്ള എതിർപ്പ് അവിടെ പുറത്തൊക്കെ പടം ആരും കാണരുത് എന്നുള്ള ഇതുണ്ട്. അതൊക്കെ ഒരു വ്യക്തിപരമായിട്ടുള്ളതാണ്. അതിനൊക്കെ നമുക്ക് മറ്റുള്ള രീതിയിൽ നമുക്ക് അതിനെ പ്രതിഷേധിക്കാമെന്നല്ലാതെ ഒരു പടം എന്നുള്ളത് ഒരു വ്യക്തിയുടെ മാത്രമല്ല, അതിൽ ഒട്ടനവധി ഒഫീഷ്യൽസ്, ഒട്ടനവധി പിന്നണി പ്രവർത്തകർ ആ ഒരു പടത്തിന് വേണ്ടിയിട്ട് നൂറുകണക്കിന് ആളുകളുടെ ശ്രമമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പടം ക്രിസ്മസിൻ്റെ ഏറ്റവും നല്ലൊരു സമ്മാനമായിട്ടാണ് നമ്മൾ കാണുന്നത്. നല്ല മൂവിയായിരുന്നു. ലാലേട്ടനും ദിലീപും ഒരുമിച്ചുള്ള കോംബോ സൂപ്പറായിരുന്നു. കുറേ നാൾക്ക് ശേഷം ദിലീപിന് ഒരു അഴിഞ്ഞാട്ടം കാണാൻ പറ്റി. ലോജിക്കില്ല, പക്ഷേ അടിപൊളിയാണ് സിനിമ. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റായിട്ടും തിയേറ്റർ പാർട്സ് മൂവിയാണ്. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല മൂവിയാണ്. തിയേറ്ററിൽ തന്നെയാണ് നല്ല. അതായത് എന്താ പറയുക, കുറേ റെഫറൻസസ് ഉണ്ട്. സിനിമയുടെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും റെഫറൻസസ് ഉണ്ട്. കുറേ നമ്മുടെ ഇഷ്ടപ്പെട്ട പടങ്ങളുടെ, കുറേ പാട്ടുകളുടെ എല്ലാം ഉണ്ട്. കുറേ ഒരു മിക്സ്ഡ് എൻ്റർടൈൻമെൻറ്റ് മാസ് ഒരു തിയേറ്റർ മൂവിയാണ് കാണാൻ. അടിപൊളി. ഒന്നും പറയാനില്ല. ഒരു അണ്ണൻ തമ്പി സൂപ്പർ. താങ്ക് യു. നല്ല സിനിമ. ദിലീപേട്ടൻ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ ദിലീപേട്ടൻ തിരിച്ചു വന്നിരിക്കുകയാണ്. കാരണം അതുപോലത്തെ ഗംഭീര പെർഫോമൻസ് ആണ് ബബ്ബ. ലാലേട്ടനും ദിലീപേട്ടനും ഗംഭീര പെർഫോമൻസ്. ഈ സിനിമ എന്തായാലും തൂക്കി, ഇപ്രാവശ്യം ഇവർ തൂക്കി. അതുപോലെ മണിമല രാജചേട്ടനാണ്, ബാലുചേട്ടനാണെങ്കിലും അശോകൻ ചേട്ടൻ, എല്ലാവരും ആർട്ടിസ്റ്റുകളെല്ലാം ഗംഭീരമായിട്ട് അഭിനയിച്ചു. തമിഴിൽ നിന്നും ഒരുപാട് പേരുണ്ട്. എന്തായാലും ദിലീപേട്ടൻ്റെ ഗംഭീര പെർഫോമൻസ്. എന്തായാലും നല്ല സിനിമ, എല്ലാവരും വരെ കാണുക. സൂപ്പർ സിനിമ, അടിപൊളി നല്ല സിനിമ. ഈ സൊസൈറ്റിയാണ്, ഈ സമൂഹമാണ്. ഒരാളും മാനസിക രോഗിയായിട്ട് ജനിക്കുന്നില്ല. ഈ സൊസൈറ്റി അവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെ അക്രമങ്ങൾ നടക്കുന്നതിന് ഒരു പരിധി വരെ അല്ല, ഒരുപാട് ഏറ്റവും കൂടുതൽ ഇതിന് കാരണക്കാരാവുന്ന ഇവിടുത്തെ രാഷ്ട്രീയം തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ ഈ സിനിമ ആ ഒരു വശം ഇവിടെ അവരെ നല്ല അടിച്ചമർത്തപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.